സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? നിങ്ങൾ സുഖത്തോടെ ആയിരിക്കേണ്ടതിന്, സന്തോഷത്തോടെ ആയിരിക്കേണ്ടതിന്, സമാധാനത്തോടെ ആയിരിക്കേണ്ടതിന്, എല്ലാ രീതിയിലും അനുഗ്രഹവും നന്മയും പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ പ്രാണനെ കൊടുത്ത് നമ്മുടെ ശാപമെല്ലാം അഴിച്ചുമാറ്റി നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനായി, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ, നമ്മെ ശാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായി, നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മുടെ പാപമെല്ലാം വഹിച്ച് ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാകുന്നു. സ്വർഗത്തിലേക്ക് കയറിപ്പോയ കർത്താവ് ഈ ദിവസം പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. വേഗത്തിൽ, അതിവേഗത്തിൽ രാജാതി രാജാവായി, കർത്താതി കർത്താവായി, മേഘാരൂഢനായി അവൻ വരുവാൻ പോവുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന സകലരെയും, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരെയും അവന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ, അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് അവരെയും ആക്കുവാൻ നമുക്ക് വേണ്ടിയാണ് അവൻ വരുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നാം രക്ഷിക്കപ്പെട്ട്, കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് അവന്റെ വരവിനായിട്ട് നാം കാത്തിരിക്കുന്ന ആളുകളായി ഒരുക്കപ്പെടേണ്ടത് ആകുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മെ തന്നെ നാം ഒരുക്കുന്നതിനായി, നമ്മുടെ ഹൃദയശുദ്ധി കാക്കുന്നതിനായിട്ട്, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ ആയിരിക്കുവാനായി വചനത്തെ നാം ധ്യാനിക്കുന്നു. വചനം നമ്മെ ബലപ്പെടുത്തുന്നു, വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു, വചനം നമ്മെ ശക്തീകരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസം ദൈവത്തിന്റെ വചനം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുക, പ്രാർത്ഥനയോടുകൂടി കേൾക്കുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. കേൾക്കൂ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തു നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു. ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചതു? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇതു ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇവിടെ നമുക്കൊരു ഉപമയെ കാണുവാൻ കഴിയും, ഒരു ഉദാഹരണം കാണാൻ കഴിയും, അല്ലെങ്കിൽ ഒരു കഥ കാണുവാൻ കഴിയും. യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അവൻ ചെയ്തതായ എല്ലാ പ്രസംഗങ്ങളും ഉപമകളോട് കൂടിയാണ് ചെയ്തതെന്ന്, സാധാരണ വ്യക്തികൾക്ക് എളുപ്പം മനസ്സിലാകത്തക്കതായ രീതിയിൽ അവൻ ആത്മീയമായ സത്യങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനുഷ്യരോട് പ്രസംഗിച്ചതായിട്ട് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. യേശുക്രിസ്തു ദൈവരൂപത്തിൽ ആയിരിക്കുമ്പോഴും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായിരിക്കുമ്പോഴും സാധാരണക്കാർക്കും മനസ്സിലാകത്തക്ക ശൈലിയിൽ അവൻ ദൈവിക സന്ദേശങ്ങളെ പ്രസംഗിച്ചു. ഇന്ന് എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണ്. അന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതായ ഉപദേശങ്ങളാണ്. ഇവിടെ ഈ ഉപമയിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ പഠിക്കാൻ പോവുകയാണ്. സ്വർഗരാജ്യം തന്റെ നിലത്ത് വിത്ത് വിതച്ചതായ ഒരു മനുഷ്യനെ പോലെയാകുന്നു എന്ന് പറയുന്നു. അതാണിവിടെ വായിക്കാനിടയായത്. അവൻ പറയുന്ന വിഷയങ്ങളിൽ പ്രധാനമായും സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നാം ഈ ദിവസം ഒരു ടെലിവിഷൻ ഓൺ ചെയ്താലും, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങിയാലും അതിൽ ഈ ലോകരാജ്യത്തെക്കുറിച്ചുള്ളതായ വിഷയങ്ങൾ ആകുന്നു. ദേശീയ വാർത്തകളെന്നും അന്തർദേശീയ വാർത്തകളെന്നും ലോകവാർത്തകളെന്നും ഈ ലോകത്തിലുള്ള വാർത്തകളെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയും. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വർഗീയ വാർത്തകളെന്ന്, സ്വർഗീയ രാജ്യത്തിന്റെ വാർത്തകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ലോകരാജ്യങ്ങളിലുള്ള വിഷയങ്ങളെക്കുറിച്ചുമാണ് നാം അറിയുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ ആകാശവും ഈ ഭൂമിയും മാറിപ്പോകും എന്നും, ഈ ലോകത്തിലെ സകല പണികളും നശിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് എന്നും നിങ്ങൾ അറിയുന്നുണ്ടോ? ദൃശ്യമാകുന്നതെല്ലാം തന്നെ അദൃശ്യമാകുമെന്നും ഈ ലോകം തന്നെ മാറിപ്പോകുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്വർഗീയ രാജ്യത്തെക്കുറിച്ച്
കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ ഈ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, അധികമായാൽ 80 സംവത്സരം. അതിനുശേഷം നാം പറന്നു പോകുമെന്ന് ബൈബിളിൽ പറയുന്നു. നമുക്ക് അറിയാമല്ലോ, ഈ ലോകത്തിൽ ജനിച്ച ആരും തന്നെ ശാശ്വതമായിട്ട് ഇവിടെ തന്നെ ജീവിക്കുകയില്ലല്ലോ. ഒരാൾ എത്ര വലിയവനാണെങ്കിലും, എത്ര അധികാരിയാണെങ്കിലും, എത്ര പദവിയുള്ളവനാണെങ്കിലും എല്ലാവരും ഈ ലോകം വിട്ട് പോകണമല്ലോ. എല്ലാവരും മരിച്ചു പോകേണ്ടവരാണല്ലോ. എന്നാൽ മരിച്ചതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാൽ എങ്ങനെയെന്ന് ചിലർ ചിന്തിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ് അനേകം ആളുകൾ ഈ ലോകത്തുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച്, ആ സുഖങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച്, ലോകത്തിലുള്ള ഭൗതിക വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. എന്നാൽ ഒരു സ്വർഗരാജ്യം ഉണ്ടെന്നും മരണശേഷം മറ്റൊരു ജീവിതം ഉണ്ടെന്നും ഓർക്കുന്നതേ ഇല്ല. മണ്ണായ ശരീരം മണ്ണോട് തന്നെ ചേരുന്നു, ആത്മാവ് തന്നെ അയച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. നിലത്തുനിന്ന് പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ നാസാദ്വാരങ്ങളിൽ ശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. ശരീരത്തിന് മരണമുണ്ട്, എന്നാൽ ആത്മാവിന് മരണമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ മരണശേഷം നാം നിത്യമായിട്ട് ഒന്നുകിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ജീവിക്കേണ്ടി വരുന്നത്. നരകമുണ്ട്, അതുപോലെ സ്വർഗമുണ്ട് എന്ന വിഷയത്തെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. നാം എവിടേക്കാണ് പോകേണ്ടതെന്ന വിഷയം നാം തിരഞ്ഞെടുക്കേണ്ടതുമാണ്. സ്വർഗീയ രാജ്യത്തെക്കുറിച്ച് ഒരു ഉപമ എന്ന രീതിയിൽ കർത്താവ് പറഞ്ഞുകൊണ്ട് നിലത്ത് ഒരു നല്ല വിത്ത് വിതച്ചതുപോലെയാകുന്നു എന്ന് പറയുന്നു. നിലത്ത് വിത്ത് വിതയ്ക്കുന്ന സമയത്ത് സാധാരണ പരിശോധിച്ച് നല്ല വിത്ത് മാത്രമേ വിതയ്ക്കുവാൻ ശ്രമിക്കൂ. എന്തുകൊണ്ടെന്നാൽ നല്ല വിത്ത് വിതച്ചെങ്കിലേ നല്ല ഫലം ഉണ്ടാവുകയുള്ളൂ. ഈ യജമാനൻ വിത്ത് വിതച്ചു, അത് വളർന്നു വരുവാനിടയായി, അതിൽ കതിർ ഉണ്ടാകുവാൻ തുടങ്ങി. അപ്പോൾ ദാസന്മാർ വന്ന് പറയുകയാണ്, നാം നല്ല വിത്തുകളാണല്ലോ വിതച്ചത്, നല്ല കോതമ്പാണല്ലോ നാം വിതച്ചത്, പിന്നെങ്ങനെയാണ് കള ഉണ്ടായത് എന്ന് ചോദിക്കുവാനിടയായി. നല്ല വിത്തുകളുടെ ഇടയിൽ ഈ കളകൾ എങ്ങനെയാണ് വന്നത്? ഗോതമ്പിനും കളയ്ക്കും വളരെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഈ ഗോതമ്പും കളയും നോക്കുമ്പോൾ ഒരേപോലെ തന്നെ നിൽക്കുന്നു, കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഫലത്തിന് മാത്രം വ്യത്യാസം ഉണ്ട്. നാം നല്ല വിത്തുകൾ വിതച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഈ കള ഉണ്ടാകുവാൻ ഇടയായത്? യജമാനൻ പറഞ്ഞു, ഇത് ശത്രു ചെയ്തതായ പണിയാണ്. നിങ്ങൾക്കറിയാമോ, ദൈവം മനുഷ്യനെ നിഷ്കളങ്കരായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ അവർ പല രീതിയിലുള്ള സൂത്രങ്ങൾ ഉപയോഗിക്കുന്നു. മനുഷ്യനെ തികഞ്ഞവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്, പൂർണ്ണനായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ നിത്യമായി ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് അവനെ സൃഷ്ടിച്ചത്. മനുഷ്യനു വേണ്ടിയാണ് സകല ലോകത്തെയും ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഈ കാലത്ത് മനുഷ്യൻ നശിച്ചു പോയതിന്റെ കാരണമെന്താണ്? ചീത്തയായ സ്വഭാവം അവന് വരുന്നതിന്റെ കാരണം എന്താണ്? കൊലപാതകം ചെയ്യുവാൻ, മാനഭംഗങ്ങൾ ചെയ്യുവാൻ, അതിക്രമങ്ങൾ ചെയ്യുവാൻ, ദേഷ്യത്തോടുകൂടി, കോപത്തോടുകൂടി, കലഹത്തോടുകൂടി മനുഷ്യന്റെ ജീവിതമായിത്തീരുവാൻ കാരണമെന്താണ്? മനുഷ്യന്റെ ഹൃദയത്തിൽ ദോഷമുണ്ടായി. മനുഷ്യന്റെ ഹൃദയത്തിൽ ദോഷമുള്ള വിത്ത് വീഴാനിടയായി. ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നതിന് പകരമായിട്ട് മനുഷ്യൻ പിശാച് പറഞ്ഞത് കേൾക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഈ പഴം തിന്നാൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറഞ്ഞ കർത്താവ് ആ പഴം തിന്നരുത് എന്ന് കൽപ്പിച്ചു. പിശാച് പറഞ്ഞു, ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെക്കാൾ വലിയവരാകുമെന്ന് പറഞ്ഞ് കഴിക്കൂ എന്ന് പറഞ്ഞു. ഈ 2 കൽപ്പനകളും അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ ആ കാലത്ത് ആദാമും ഹവ്വായും പിശാചിന്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട്, അവന്റെ ആലോചനകൾക്ക് കീഴ്പ്പെട്ട്, കൺമോഹത്തിനും ജഡമോഹത്തിനും ജീവനത്തിന്റെ പ്രതാപത്തിനും കീഴ്പ്പെട്ടു പോകുവാൻ ഇടയായി. അന്നുമുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സകല ചിന്തകളും അവന്റെ പ്രവൃത്തികളുമെല്ലാം ചീത്തയാകുവാൻ തുടങ്ങി. അവന്റെ ആലോചനകൾ എപ്പോഴും ഭൗതികതയെക്കുറിച്ചാണ്, ലോകത്തെക്കുറിച്ചാണ്, ജീവനത്തിന്റെ പ്രതാപത്തെക്കുറിച്ചാണ്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കുമെന്നാണ്. എങ്ങനെ പേര് നേടിയെടുക്കാം, എങ്ങനെ പ്രശസ്തി നേടാം, എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതായ ലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ അല്ലാതെ എന്നെ സൃഷ്ടിച്ചതായ ദൈവം ഒരുവനുണ്ട്. അവന്റെ സ്വരൂപത്തിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നെക്കുറിച്ച് അവന് വലിയൊരു പദ്ധതി ഉണ്ട്. എനിക്ക് വേണ്ടിയാണ് സ്വർഗം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂലോകത്തിലെ എന്റെ ജീവിതം വെറുമൊരു യാത്ര മാത്രമാണ്. കുറച്ചു കാലം മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയൂ. മരണത്തിന് ശേഷമാണ് ശാശ്വതമായ ഒരു ജീവിതം ഉള്ളതെന്ന് തുടങ്ങിയ വാസ്തവങ്ങളെ അവൻ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ നന്മയുമുണ്ട്, ചീത്തയുമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. നന്മയുണ്ടോ? ഉണ്ട്. തിന്മയുണ്ടോ? ഉണ്ട്.
ഏതാണ് ജയിക്കുന്നത്, ഏതാണ് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ പാടില്ല എന്നറിയാമെങ്കിലും നാം അത് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ തിന്മ നന്മയെ ഞെരുക്കിക്കളയുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികൾ ആത്മീയ വിഷയങ്ങളെ കീഴ്പ്പെടുത്തിക്കളയുന്നു. നിന്റെ ആത്മാവിനെ നീ പോഷിപ്പിച്ചാൽ ജഡത്തെ ജയിക്കുവാൻ കഴിയുന്നു. എന്നാൽ നീ ജഡത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ശാരീരിക വിഷയങ്ങളെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുമ്പോൾ ആത്മീയ വിഷയത്തിൽ അധപ്പതിക്കുവാൻ ഇടയാകും. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് എന്തിനാണ് ഇപ്പോൾ നല്ലതായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അറിവില്ലാതെ മുൻപോട്ട് പോയിട്ട് ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, നമ്മിലെ തിന്മ വളരുന്ന സമയത്ത് അതിൻ്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ വേദനയെ നീ അനുഭവിക്കേണ്ടി വരും. നിന്റെ പാപം നിന്നെ പിടിക്കുവാനിടയാകും എന്ന് വേദപുസ്തകം പറയുന്നു. നീ തോന്നിയതുപോലെ സിഗരറ്റ് വലിച്ച് ജീവിക്കുകയാണെങ്കിൽ, പുകവലിക്ക് നീ അടിമയായി തീരുകയാണെങ്കിൽ, മദ്യപാനത്തിന് അടിമയായിട്ട് രാവും പകലും നിന്റെ ഇഷ്ടാനുസരണം നീ മദ്യപിച്ചിട്ട് അതിൽ തന്നെ രസിച്ചുകൊണ്ട് ജീവിച്ചാൽ, അങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ ഒരു ദിവസം നിന്റെ ശരീരത്തിന്റെ ആരോഗ്യമെല്ലാം നശിച്ചു പോകും. നിന്റെ പണമെല്ലാം വൃഥാവായി പോകുമല്ലോ, നിന്റെ സമ്പാദ്യമെല്ലാം നഷ്ടമായി പോകും. നിന്റെ ജീവിതത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായി വരും. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നശിക്കുമ്പോൾ അതിന്റെ വേദന ഉണ്ടാകുമല്ലോ. നിന്റെ കുടുംബത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ, നിന്റെ സ്വന്തം മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ നിനക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാകും. അയ്യോ, അവർ എൻ്റെ സ്വന്തം മക്കളാണല്ലോ, അവരെ എനിക്ക് സ്നേഹിക്കണം എന്നുള്ള നന്മ നിന്നിൽ ഉണ്ട്. എന്നാൽ ആ നന്മ ചെയ്യുവാൻ കഴിയാതെ തിന്മയ്ക്ക് അടിമയായി പോകുന്നു. അതെ, നിന്നിലുള്ള നന്മ വളരാതെ നിന്നിലുള്ള തിന്മ ദിനംതോറും വളരുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മനുഷ്യൻ ഓരോ ദിവസവും വീണുപോകുന്നത്, ഓരോ ദിവസവും തിന്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരു കാലത്ത് ഈ ലോകത്തിലുള്ള മനുഷ്യൻ ഇത്രമാത്രം പാപസ്ഥിതിയിൽ ആയിരുന്നില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ട് അവരുടെ നല്ല ഭവനത്തിൽ താമസിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്രമാത്രം വികസനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പല രീതിയിലുള്ളതായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്, സുഖഭോഗങ്ങൾക്ക് അടിമപ്പെട്ട്, ആഡംബരങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നു. കള വളരുന്ന സമയത്ത് കളയും പതിരും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ദൈവം മനുഷ്യനെ പൂർണ്ണരാക്കി മാറ്റിയതാണല്ലോ. മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, ഇത് ശത്രു ചെയ്ത പണിയാണ്. നമ്മുടെ ശത്രു ആരാണ്? നമ്മുടെ ശത്രു നമ്മുടെ അയൽക്കാർ അല്ല. നമ്മെ വിഷമിപ്പിക്കുന്ന ആളുകളല്ല നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ വീട്ടുകാരല്ല നമ്മുടെ ശത്രുക്കൾ. എന്നാൽ ഇന്ന് അനേകം ആളുകൾ സ്വന്തം വീട്ടുകാരെ തന്നെ ശത്രുക്കളായി കാണുന്നു, ഈ ലോകത്തിലുള്ള ആളുകളെ തന്റെ ശത്രുക്കളായിട്ട് ഭാവിക്കുന്നു. അങ്ങനെ പരസ്പരം പോരാടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ ഉള്ള ആളുകൾക്ക്, ദൈവത്തിന്റെ പക്ഷത്തിൽ ഉള്ള ആളുകൾക്ക് പിശാച് മാത്രമാണ്, അവൻ മാത്രമാണ് ശത്രു. അവൻ അപവാദിയാണ്. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതായ മനുഷ്യനെ നശിപ്പിക്കുവാൻ, ദൈവം കൊടുത്തതായ നല്ല ശരീരത്തെ നശിപ്പിക്കുവാൻ, ദൈവം മനുഷ്യന് കൊടുത്ത നല്ല ഭാവിയെ നശിപ്പിക്കുന്നതിന് അല്പകാലമായ പാപഭോഗങ്ങളെ കാട്ടി മനുഷ്യനെ അതിലേക്ക് അകപ്പെടുത്തുകയാണ്. ശത്രു നിന്റെ ഹൃദയത്തിൽ കള വിതയ്ക്കുകയാണ്, ദുഷിച്ച ചിന്തകൾ കൊണ്ടുവരുന്നു. സ്വന്തം ഭാര്യയോടൊപ്പം ആനന്ദിക്കാതെ പരസ്ത്രീയെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞ എത്രയോ ആളുകളുണ്ട്. ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെ നേരിടാതെ മദ്യപാനത്തിന് അടിമകളായിട്ട് ലഹരിയിൽ ആനന്ദിക്കുവാൻ ശ്രമിക്കുന്നവർ എത്രയോ ആളുകളുണ്ട്. ശത്രു നിന്റെ ഹൃദയത്തിൽ കള വിതച്ചിരിക്കുകയാണ്. ശത്രു നിന്റെ മനസ്സിനെ നശിപ്പിക്കുകയാണ്. നിന്റെ ഹൃദയം ദോഷമുള്ളതാണ്. അതുകൊണ്ടാണ് നിന്റെ ജീവിതം നശിച്ചു പോകുന്നത്. നിന്നെ നീ നശിപ്പിക്കുകയും നിന്റെ ചുറ്റുപാടുമുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർ ഈ ലോകത്തിൽ ഒരുപാട് പേരുണ്ട്. തങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ച് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുന്നവരുണ്ട്. മദ്യപാനം ഉപേക്ഷിക്കുവാൻ കർത്താവ് അവർക്ക് ശക്തി കൊടുത്തു. കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയാകും. ആ ദാസന്മാർ ചോദിച്ചു, യജമാനെ, കളകളെ പറിച്ചു കളയട്ടെ. അപ്പോൾ യജമാനൻ പറഞ്ഞു, അരുത്. ഒരു പക്ഷേ നിങ്ങൾ അബദ്ധത്തിൽ കള പറിച്ചു കളയുന്നതിന് പകരമായിട്ട് ഞാറു പറിച്ചു കളഞ്ഞെങ്കിലോ? അതുകൊണ്ട് രണ്ടും ഒരുപോലെ തന്നെ വളരട്ടെ. കൊയ്ത്തു സമയത്ത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ കാലത്ത് സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒരേ ഓഫീസിൽ തന്നെ നല്ല മനുഷ്യരുമുണ്ട്, ചീത്ത മനുഷ്യരും ഉണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവരുമുണ്ട്, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളുമുണ്ട്. നന്മയും തിന്മയും ഇടകലർന്നിരിക്കുന്നത് കാണുന്നു. കാരണം ദൈവം അവയെ അനുവദിച്ചതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മാറ്റുമായിരിക്കുമോ?
മറ്റൊരു നല്ല വ്യക്തിയെ കണ്ടുകൊണ്ട് നിങ്ങളും മാനസാന്തരപ്പെടുമായിരിക്കുമോ? അങ്ങനെ ഓരോരോ സമയത്ത് ദൈവം ഇങ്ങനെയുള്ളതായ അവസരങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് നീ നിന്റെ മനസ്സ് മാറ്റുമായിരിക്കുമോ എന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടും സമയം നൽകുകയാണ്, അവസരം നൽകുകയാണ്. മുന്നറിയിപ്പ് തരാതെ, ഉപദേശം കൊടുക്കാതെ ആരെയും കർത്താവ് ശിക്ഷിക്കില്ല, നിത്യ നരകത്തിലേക്ക് അയക്കില്ല. കൊയ്ത്തു സമയം വരെയും ഒരുമിച്ച് തന്നെ വളരട്ടെ. കൊയ്ത്തു സമയത്ത് ഞാൻ ഈ കളകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി കെട്ടിയിട്ട് അവയെ തീയിൽ ഇടാനിടയാകും. അതെ, ഒരു ന്യായവിധി ദിവസമുണ്ട്. ലോകത്തെ ന്യായം വിധിക്കുന്നതിനു വേണ്ടി സർവശക്തനായ കർത്താവായ യേശുക്രിസ്തു രാജാതിരാജാവായി വരാൻ പോകുന്നു. അവന്റെ വെള്ള സിംഹാസനത്തിനു മുൻപിൽ ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും നിൽക്കണമെന്നും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ നന്മയ്ക്കാണെങ്കിലും തിന്മയ്ക്കാണെങ്കിലും എല്ലാം കണക്ക് പറയണമെന്നും നമ്മുടെ നാക്കുകൊണ്ട് പറഞ്ഞതായ എല്ലാ വ്യർത്ഥമായ കാര്യങ്ങൾക്കും കണക്ക് പറയണമെന്നും ബൈബിളിൽ പറയുന്നു. ഇതു സത്യമാണ്. ഒരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ എത്ര പുസ്തകങ്ങൾ എഴുതി വയ്ക്കാൻ ഇടയാകും എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ഈ കാലത്ത് ഈ ലാപ്ടോപ്പുകളിലും മെമ്മറി കാർഡുകളിലും എത്രമാത്രം വിഷയങ്ങൾ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് കാണുന്നുണ്ടല്ലോ. നീ ശരീരം കൊണ്ട് ചെയ്തതായ സകല പ്രവൃത്തികൾക്കും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം. നീ ഉപേക്ഷയായി ജീവിച്ചാൽ കൊയ്ത്തുകാലത്ത് കർത്താവ് വരുന്നതായ സമയത്ത് ഇതാ ഒരു പ്രയോജനവുമില്ലാതെ കളയെപ്പോലെ ജീവിച്ച എല്ലാം ഒരുമിച്ച് കെട്ടിയിട്ട് അഗ്നിയിൽ എറിഞ്ഞു കളയുമെന്ന് കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്തു പറഞ്ഞെന്ന് നോക്കുക. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാചു, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്നു എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്തു തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവ് അവരോട് പറയുകയാണ്, ലോകാവസാനത്തിങ്കൽ ദുഷ്ടരായവരെ, തങ്ങളുടെ ഇഷ്ടപ്രകാരം പാപത്തിൽ അകപ്പെട്ട് ജീവിച്ച ആളുകളെ, അവരെയെല്ലാം കൂട്ടിയിട്ട് ഇതാ എരിയുന്ന തീയിൽ എറിഞ്ഞുകളയുവാനിടയാകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നരകം ഒരുക്കിയിരിക്കുന്നത് പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും ആണ്, നമുക്ക് വേണ്ടി അല്ല. എന്നാൽ നാം ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ പിശാചിനെ അനുസരിച്ചാൽ അവനോടുകൂടെ നാമും അഗ്നിയിൽ വീഴേണ്ടിവരും. അതെ, നീ വിശുദ്ധിയോടെ ദൈവത്തിനു വേണ്ടി ജീവിച്ചാൽ, നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി കാത്താൽ, നിങ്ങളെ സൃഷ്ടിച്ച കർത്താവിനോട് നിലവിളിച്ച് അവൻ ക്രൂശിൽ ചെയ്തതായ യാഗത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ച് അവന്റെ രക്തത്തിൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകി കർത്താവിനു വേണ്ടി വിശുദ്ധിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവിടെ നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും. അതായത് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന എല്ലാവരെയും സ്വർഗീയ രാജ്യത്തിൽ നിത്യമായി അവിടെ ജീവിക്കുന്നതിനായിട്ട് വിശപ്പും ദാഹവും ദുഃഖവും കണ്ണുനീരും ഒന്നും ഇല്ലാത്തതായ, വേദനയില്ലാത്ത, ഞെരുക്കം ഇല്ലാത്തതായ ആ സ്വർഗീയ അവകാശികളാക്കി മാറ്റുമെന്ന് യുഗയുഗങ്ങളായി തലമുറയായി അവിടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സഹോദര സഹോദരി, നിത്യമായ ജീവിതം മരണത്തിന് ശേഷമാണുള്ളത്. അത് സ്വർഗത്തിലാണോ അതോ നരകത്തിൽ ആണോ എന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ഗോതമ്പ് പോലെയാണോ അതോ കളയെപ്പോലെയാണോ? നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഫലിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഒരു ഫലവുമില്ലാതെ ഉണങ്ങിപ്പോയ മരം പോലെയാണോ? കളയിൽ കതിര് ഉണ്ടാകില്ല, അതിൽ മുഴുവൻ പതിരാണ്. നിന്റെ ജീവിതത്തിനൊരു അർത്ഥവുമില്ല, ആർക്കും നീ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. അതുകൊണ്ട് കർത്താവ് ഈ ദിവസം നിന്നോട് സംസാരിക്കുകയാണ്. നിന്നെ അനുഗ്രഹിക്കുന്നതിന് നീ നന്മയുള്ളവനായി അനേകർക്ക് നീ നന്മ ചെയ്യണമെന്നും സന്തോഷമുള്ള വ്യക്തിയായിട്ട് ഈ ലോകത്തിൽ നീ ജീവിക്കണമെന്നും ഈ ലോകം വിട്ടുപോകുമ്പോൾ സ്വർഗീയ അവകാശിയായി നീ മാറണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ വചനത്തിൽ കൂടി നിന്നോട് അപേക്ഷിക്കുകയാണ്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക, എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതകരമായ കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനിടയാകും. പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന എല്ലാ മക്കളെയും നീ ദർശിക്കണമേ. നല്ല ഫലമായി ഞങ്ങൾ നിന്നിൽ നിലനിന്ന് ഫലം കായ്ക്കുന്നതിന്, പിശാചിനിടം കൊടുത്ത് ഫലമില്ലാതെ ഉണങ്ങിപ്പോയതായ വൃക്ഷം പോലെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ഇടയാക്കാതെ ഇരിക്കേണ്ടതിന് ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ.
ആരൊക്കെയാണോ ഇപ്പോൾ തന്നെ മദ്യപാനത്തിന് അടിമപ്പെട്ട് ജീവിതത്തോട് വിരക്തി ഉണ്ടായിട്ട് കുടുംബത്തിൽ കണ്ണീരും ദുഃഖവുമായിട്ട് ആരുടെ ജീവിതമാണോ ഉണങ്ങിയ ഒരു വൃക്ഷം പോലെ ഫലമില്ലാതെ ആയിരിക്കുന്നത്, അവരെ ഈ ദിവസം നിന്റെ സ്നേഹത്താലാണ്, നിന്റെ ക്ഷമയാലാണ് അവരെ തള്ളിക്കളയാതിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി അനുതാപത്തോടെ വരുവാൻ അവരെ സഹായിക്കണമേ. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവരെ ആ ദുശീലത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ കർത്താവേ. അത് മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അടിമപ്പെട്ടവരാണെങ്കിലും വ്യഭിചാരത്തിനും ജാരത്വത്തിനും അടിമപ്പെട്ട് ദുശീലത്താൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് അവരെ നീ വിടുവിക്കണമേ. എന്റെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, എന്നെ കൊണ്ട് എന്റെ കൂട്ടുകാർക്കോ എന്റെ നാട്ടുകാർക്കോ ഒരു പ്രയോജനവുമില്ല, എന്റെ ഭവനക്കാർക്കോ ഒരു പ്രയോജനവുമില്ല എന്ന സത്യം തിരിച്ചറിയാൻ അവരെ സഹായിക്കണമേ. നിന്റെ കോപം വരുന്നതിന് മുൻപേ, നീ ലോകത്തിലേക്ക് വീണ്ടും വരുന്നതിന് മുൻപേ, നിന്റെ ശിക്ഷ വരുന്നതിന് മുൻപേ നിന്റെ പാദങ്ങൾ പിടിച്ചുകൊണ്ട് അനുദപിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിന്നോടൊപ്പം ആ സ്വർഗരാജ്യത്ത് നിത്യമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ആരും നശിച്ചു പോകാതിരിക്കുവാൻ, എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് ഈ ലോകത്തിലേക്ക് നീ ഇറങ്ങി വന്ന് സകല പാപങ്ങൾക്കും പരിഹാരം കൊടുത്ത ദൈവമായതുകൊണ്ട്, രക്തം ചൊരിയാതെ പാപക്ഷമ നടക്കില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ രക്തത്തെ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയ പാപക്ഷമയെയും ഞങ്ങൾക്ക് നൽകിയ വിടുതലിനെയും വിശ്വസിക്കുന്നതിനായി എല്ലാ പാപികളും നിന്റെ പാദപീഠങ്ങൾ തങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് നിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിന്റെ അവകാശികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? നിരാശയോടെ ആയിരിക്കരുത്, തകർച്ചയോടെ ആയിരിക്കരുത്. എന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിച്ച് ഇരിക്കുവാൻ പാടില്ല. പിശാച് വിതച്ച വിത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്നത് കൊണ്ടാണ് ദുശീലങ്ങൾക്ക് നിങ്ങൾ അടിമകളാകുന്നത്. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്, എന്തു ചെയ്താലും അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തത്, ജീവിതത്തിൽ ഒന്നും തന്നെ നേടുവാൻ കഴിയാത്തത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? കർത്താവിനോട് പറയുക, യേശുവേ, എന്റെ ജീവിതം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ ജീവിതത്തെ എനിക്ക് ക്രമീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് കർത്താവേ ചെയ്യേണ്ടത്? ഇതാ എന്നെ സമർപ്പിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? നീ തന്നെ ചെയ്യുക. എന്നെ നീ ഉപയോഗിക്കണമേ എന്ന് ഒരു വാക്ക് പറയാമോ? ഒരു കാലത്ത് അങ്ങനെയുണ്ടായിരുന്നതായ ഞാൻ എന്റെ ജീവിതത്തെ കർത്താവിങ്കലേക്ക് സമർപ്പിച്ചു. ഇന്ന് എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഞാനും അനുഗ്രഹീതനായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നു. നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുവാനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാനും കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, കർത്താവ് അത്ഭുത കാര്യങ്ങൾ ചെയ്യും. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളികളാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായങ്ങൾ അയച്ചു തന്നുകൊണ്ട് ഇതിൽ ഭാഗവാക്കാകാൻ കഴിയുന്നതാണ്. ഓൺലൈനിൽ കൂടിയും DDMOയിൽ കൂടിയും നിങ്ങളുടെ സഹായങ്ങൾ അയക്കുവാൻ കഴിയും. നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ സഹായം അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ പറയൂ. അങ്ങനെ ഞങ്ങൾക്കും ആ വിഷയത്തെ അറിയിക്കുക. ഫോൺ ചെയ്തോ SMS-ൽ കൂടിയോ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യപ്രദമായിരിക്കും. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.